ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യഹോവ ഭക്തി എന്ന വിഷയമാകട്ടെ. വചനത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സദൃശവാക്യങ്ങൾ 31:30. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഒരു സ്ത്രീയുടെ പ്രശംസ അവളുടെ സൗന്ദര്യമാണെന്ന് വിശ്വസിക്കുന്ന ലോകത്തോട് ദൈവവചനം പറയുന്നു, സൗന്ദര്യം വ്യർത്ഥമെന്നും ദൈവഭക്തിയാണ് അവളുടെ പ്രശംസയെന്നും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. സങ്കീർത്തനങ്ങൾ 111:11, സദൃശവാക്യങ്ങൾ 1:7. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിർമ്മലം, സമാധാനം, ശാന്തത, അനുസരണം, കരുണ, സൽഫലം എന്നിവയാൽ നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. യഹോവ ഭക്തി ഗ്രഹിക്കുവാനും ദൈവപരിജ്ഞാനം കണ്ടെത്തുവാനുമുള്ള വഴികളെപ്പറ്റി വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, ദൈവവചനങ്ങളെ നാം കൈക്കൊള്ളണം. ദൈവവചനം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. 2 തിമോത്തി 3:16. യഹോവയുടെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ഐസിയ 34:16. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. 2 പീറ്റർ 1:20-21. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്. ഐസിയ 34:16. ദാവീദ് രാജാവ് 119 സങ്കീർത്തനം ദൈവവചനത്തിൻ്റെ നിസ്തുല്യത വെളിപ്പെടുത്തിയിരിക്കുന്ന അനേകം വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ദൈവവചനങ്ങൾ അത് സത്യമാണെന്നും അത് ദൈവശ്വാസീയമാണെന്നും നാം ആദ്യമായി വിശ്വസിക്കണം. വചനം ജഡമായി തീർന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ 1:1 കാണാം. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നതാണ്. അതായത് വചനം അഥവാ ദൈവം മനുഷ്യനായി ഭൂലോകത്തിൽ വന്നവനാണ് യേശു ക്രിസ്തു. അവനെ കൈക്കണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. യേശുക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 1 കൊരിന്ത്യർ 1:30. ഒന്നാമതായി കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, വചനം കേൾപ്പാൻ മനസ്സുണ്ടാകണം. മാത്രമല്ല കേൾക്കണം, ഗ്രഹിക്കണം, പ്രമാണിക്കണം. മാത്രമല്ല വചനത്തിൽ നിലനിൽക്കണം. യോഹന്നാൻ 8:44, 47, 43, 51, 8:31 എന്നീ വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാം. രണ്ടാമതായി, ദൈവവചനങ്ങളെ നിക്ഷേപങ്ങളെ പോലെ തിരയണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കണമെന്നാണ് നമ്മൾ മുമ്പ് കണ്ടത്. മാത്രമല്ല നിക്ഷേപങ്ങളെ പോലെ തിരയണം. എവിടെയെങ്കിലും നിക്ഷേപമുണ്ട്, അത് പോയി എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉത്സാഹത്തോടെ അതിനുവേണ്ടി പരിശ്രമിക്കും, ഇല്ല? അതേപോലെ യഹോവ ഭക്തി നമുക്കൊരു നിക്ഷേപമാണ്. അത് ദൈവവചനത്തിൽ കൂടി കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. യഹോവ ഭക്തി ഗ്രഹിക്കണമെങ്കിൽ അതിനുള്ള വഴി വചനം മാത്രമാണ്. അതിലുള്ള നിക്ഷേപങ്ങളെ സ്വായത്തമാക്കുവാനുള്ള ആകാംക്ഷയോടും പ്രാർത്ഥനയോടും അന്വേഷണത്തോടും കൂടി അത് പഠിക്കേണ്ടതാണ്. യഹോവ ഭക്തിയിൽ ജീവിക്കുന്നത് ദൈവം വിലമതിക്കുന്ന ഒരു കാര്യമാണ്.
യഹോവ ഭക്തൻ ദൈവത്തിന് ഒരു നിക്ഷേപമാണെന്ന് മലാഖി 3:17 കാണാം. യഹോവ ഭക്തി നമുക്ക് നിക്ഷേപമായിരിക്കുമ്പോൾ യഹോവ ഭക്തൻ ദൈവത്തിന് നിക്ഷേപമായിട്ട് പറഞ്ഞിരിക്കുന്നു. മൂന്നാമതായി ദൈവകൽപ്പനകളെ ഉള്ളിൽ സംഗ്രഹിക്കണം. സദൃശവാക്യങ്ങൾ 2:2. ദാവീദ് രാജാവ് പറയുന്നുണ്ട്, ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് പാപം ചെയ്യാതെ ദൈവഭക്തിയിൽ ജീവിക്കുവാൻ വചനം നമ്മളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഉദാഹരണമായി നമ്മുടെയും മക്കളുടെയൊക്കെയും ഭാവിക്ക് വേണ്ടി ബാങ്കിൽ പണം സൂക്ഷിച്ച് വയ്ക്കുക സാധാരണ ചെയ്യുന്ന കാര്യമാണല്ലോ. അത് നമ്മുടെ ഈ ലോക ജീവിതത്തിന് മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്വമുള്ളതും സകലത്തിനും പ്രയോജനകരവുമായ ദൈവഭക്തിക്ക് അനുസൃതമായി ജീവിക്കുവാൻ മതിയായ ദൈവകൽപ്പനകൾ ഉള്ളത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുന്ന കാര്യത്തിൽ നാമും ജാഗ്രത പുലർത്തണം. ആ കാര്യത്തിൽ നമ്മുടെ മക്കളെയും നാം ഉത്സാഹിപ്പിക്കണം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. സങ്കീർത്തനങ്ങൾ 119:8. പൗലോസ് തിമോഥെയോസിന് ഉപദേശം കൊടുക്കുന്നത് ആ നല്ല ഉപനിധി, അതായത് ദൈവവചനം, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുവാനാണ്. 2 തിമോത്തി 1:14. ഈ മരുഭൂമി യാത്രയിൽ ദോഷത്തെ വിട്ടകന്ന് ജീവിക്കുവാൻ മതിയായ ദൈവഭക്തി ഗ്രഹിക്കുവാൻ വചനത്തെ ഉള്ളത്തിൽ സംഗ്രഹിക്കണം. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമായിട്ടുള്ളത് സൽപ്രവൃത്തികളാണ്. 1 തിമോത്തിയോസ് 2:10. നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മളെ നമുക്ക് വീണ്ടും ജനനം നൽകിയത് സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടിയാണെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളായ നാം സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കുക എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉത്സാഹം കൊടുക്കുകയും ചെയ്യണം. തീത്തോസ് 3:8. എബ്രായർ 10:23. മനുഷ്യർ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. മാത്യു 5:16. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യഹോവഭക്തി ദൈവിക ജ്ഞാനം നൽകുന്നു. അങ്ങനെ ദൈവിക ജ്ഞാനം പ്രാപിച്ചവൾ കുടുംബജീവിതത്തിൽ തൻ്റെ വീട് പണിയുന്നവളാണ്, തൻ്റെ ഭവനത്തെ പണിയുന്നവളാണ്. എന്നാൽ ദൈവവചനം അറിയാതെ ജീവിക്കുന്ന ഒരുവളോ ഭോഷത്വമുള്ളവൾ, അവൾ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു എന്ന് സദൃശവാക്യങ്ങൾ 14:1 കാണാം. യഹോവഭക്തി തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായി ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു. എല്ലായ്പ്പോഴും യഹോവഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. സദൃശവാക്യം 23:17-18. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.